ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഉൽപ്പത്തി 27-ാം അധ്യായം. ദൈവം നൽകിയ അനുഗ്രഹം നേടുവാൻ സ്വന്തമായ ഉപായങ്ങൾ ചമച്ച് അനാവശ്യമായ സംഘർഷങ്ങൾ സൃഷ്ടിച്ച അമ്മയുടെയും മകൻ്റെയും കഥയാണ് ഉൽപ്പത്തി 27-ാം അധ്യായം. വേട്ടയിറച്ചിയിൽ കൊതി പിടിച്ച ഇസഹാക്ക് ഏശാവിനെ സ്നേഹിച്ചു. സാധുശീലനും കൂടാരവാസിയുമായ യാക്കോബിനോടായിരുന്നു റെബേക്കായ്ക്ക് ഇഷ്ടം. വാർദ്ധക്യത്തിലേക്ക് കടന്നപ്പോൾ മൂത്തവനെ ഇളയവൻ സേവിക്കും എന്ന ദൈവീക വാഗ്ദത്തം അവർ മറന്നു. അതോ അത് മാറ്റിമറിച്ച് കളയാമെന്ന് ഇസാക്ക് കരുതിയോ? ഇസാക്ക് തൻ്റെ ഇഷ്ടപുത്രനായ ഏശാവിന് അനുഗ്രഹം നൽകാമെന്ന് കരുതി വേട്ടയാടി പിടിച്ച ഇറച്ചി കൊണ്ട് രുചികരമായ ആഹാരം പാചകം ചെയ്തു കൊണ്ടുവരുവാൻ അവനെ പറഞ്ഞയച്ചു. ഇസഹാക്ക് വൃദ്ധനും കണ്ണു കാണാൻ വയ്യാത്തവനുമായി കഴിഞ്ഞിരുന്നു. എന്നിരുന്നാലും ഈ സംഭവത്തിന് ശേഷം അനേക സംവത്സരങ്ങൾ അവൻ ജീവിച്ചിരുന്നതായി ഉൽപ്പത്തി 35-27 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. സാധാരണഗതിയിൽ അക്കാലത്തെ മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിലെ സംസ്കാരമനുസരിച്ച് മൂത്തപുത്രനായ ഏശാവാണ് അനുഗ്രഹത്തിന് യോഗ്യൻ. എന്നാൽ ദൈവം സാംസ്കാരിക പ്രതീക്ഷകളെയോ വ്യക്തിഗത പക്ഷപാതങ്ങളെയോ പരിഗണിക്കണം എന്നില്ല. 25-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ തന്നെ ഇളയവനെ ദൈവം അനുഗ്രഹിക്കുന്നതായി നാം മനസ്സിലാക്കുന്നു. തൻ്റെ ഇഷ്ടപുത്രനായ ഏശാവ് വേട്ടയാടി കൊണ്ടുവരുന്ന രുചികരമായി പാചകം ചെയ്ത ഇറച്ചി ഭക്ഷിച്ചിട്ട് അവനെ അനുഗ്രഹിക്കുന്ന സംഭവം ഒരു സ്മരണീയ അനുഭവമാക്കി മാറ്റാമെന്ന് ഇസഹാക്ക് കരുതി. പക്ഷേ ഇത് മറവിൽ നിന്ന് ശ്രവിച്ച റെബേക്ക യാക്കോബിന് അനുഗ്രഹം വാങ്ങിക്കൊടുക്കുന്നതിനു വേണ്ടി ഒരു കുടിലതന്ത്രം മെനയുന്നു. യാക്കോബിനെയാണ് ദൈവം അനുഗ്രഹിച്ചതെന്നുള്ളത് ഒരു പരമാർത്ഥമാണെങ്കിലും അത് അവന് ലഭ്യമാക്കുവാൻ റെബേക്കയുടെ മാനുഷിക വക്രതന്ത്രങ്ങളുടെ ഒരാവശ്യവും ഉണ്ടായിരുന്നില്ല. ഇസഹാക്കിനെ സത്യം പറഞ്ഞ് മനസ്സിലാക്കുക എന്നതായിരുന്നു അവൾക്ക് സ്വീകരിക്കാമായിരുന്ന നേരെയുള്ള സമീപനം. അതിനു പകരം അവൾ യാക്കോബിനെ ഏശാവിൻ്റെ വസ്ത്രം ധരിപ്പിക്കുകയും കോലാട്ടിൻ കുട്ടികളുടെ തോൽ കൊണ്ട് അവൻ്റെ കൈകളും രോമമില്ലാത്ത കഴുത്തും പൊതിഞ്ഞ് അവൾ തന്നെ ഇസാക്കിന് ഇഷ്ടമുള്ള ഭക്ഷണവും തയ്യാറാക്കി യാക്കോബിൻ്റെ കയ്യിൽ നൽകി അപ്പൻ്റെ അടുക്കൽ അയച്ചു. പ്രായാധിക്യത്തിൻ്റെ ഫലമായ ബുദ്ധിമുട്ടുകൾ കാരണം ഇസഹാക്ക് യാക്കോബിനെ ഏശാവാണെന്ന് തെറ്റിദ്ധരിച്ചു. അവൻ്റെ രോമാവൃതമായ ശരീരവും പ്രത്യേക മണവും കണക്കിലെടുത്ത് ശബ്ദത്തിലുള്ള വ്യത്യാസം അവൻ പരിഗണിച്ചില്ല. പോരെങ്കിൽ ഒരു പ്രാവശ്യം കൂടി അവൻ ഏശാവ് തന്നെ അല്ലേ എന്ന് എടുത്തു ചോദിച്ച് ഉറപ്പുവരുത്തി. രുചികരമായ ഭക്ഷണവും ഒരു കാരണമായിരുന്നിരിക്കാം. അങ്ങനെ ഉപായത്താൽ യാക്കോബ് അനുഗ്രഹം കൈവശമാക്കി. പിടിക്കപ്പെടുമോ എന്ന ഭയം യാക്കോബിനുണ്ടായിരുന്നു. എങ്കിലും താൻ ചെയ്യുന്നതൊരു തെറ്റാണെന്നുള്ള കുറ്റബോധം അവനുണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ല. ഇസഹാക്ക് മകനെ തപ്പി നോക്കിയും സംസാരിച്ചും ചോദ്യങ്ങൾ ചോദിച്ചും ചുംബിച്ചും വസ്ത്രം മണത്തു നോക്കിയുമെല്ലാം അത് ഏശാവ് തന്നെയാണെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിച്ചു. 22, 24, 26, 27 എന്നീ വാക്യങ്ങൾ വായിച്ചു നോക്കുക. ഓരോ പ്രാവശ്യവും വിദഗ്ധമായ നുണകൾ പറഞ്ഞ് യാക്കോബ് അനുഗ്രഹം നേടിയെടുത്തു. 27-ാം അധ്യായത്തിൻ്റെ 28-ഉം 29-ഉം വാക്യങ്ങളിൽ ഇസഹാക്ക് നൽകിയ അനുഗ്രഹത്തിൻ്റെ അനന്തരഫലമാണ് ഇന്ന് ഇസ്രയേൽ അനുഭവിക്കുന്നതായി നാം കാണുന്നത്. ദൈവം അബ്രഹാമിനെ ഉൽപ്പത്തി 12-3 അനുഗ്രഹിച്ച അതേ വാക്കുകൾ തന്നെ ഇവിടെ അറിയാതെയാണെങ്കിലും ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിക്കാൻ ഉപയോഗിക്കുന്നു. അങ്ങനെ ദൈവവും അബ്രഹാമും തമ്മിലുള്ള നിത്യ ഉടമ്പടിയുടെ കൂട്ടവകാശിയായി യാക്കോബ് മാറുന്നു. ഏശാവ് വേട്ട കഴിഞ്ഞ് രുചികരമായി പാചകം ചെയ്ത വേട്ടയിറച്ചിയുമായി അനുഗ്രഹം പ്രാപിക്കുന്നതിനു വേണ്ടി ഇസാക്കിൻ്റെ ചാരത്തണയുമ്പോൾ അപ്പൻ ചോദിക്കുകയാണ്, നീ ഹൂ ആർ യു? യഥാർത്ഥ ഏശാവ് അപ്പോൾ മാത്രമാണ് വന്നതെന്നും താൻ സ്വന്തം പുത്രനാൽ വഞ്ചിക്കപ്പെട്ടെന്നും ഇസഹാക്ക് മനസ്സിലാക്കി. എങ്കിലും ഉരുവിട്ടുപോയ അനുഗ്രഹ വചനങ്ങൾ മാറ്റിപ്പറയാൻ അവന് കഴിയുമായിരുന്നില്ല. ദൈവം തെരഞ്ഞെടുത്തത് ഇളയവനെ ആയിരുന്നല്ലോ. ഏശാവ് അതിദുഃഖിതനായി ഉറക്കെ നിലവിളിച്ചു.
യാക്കോബിനെയാണ് ദൈവം തിരഞ്ഞെടുത്തതെങ്കിലും അവൻ കാണിച്ച വക്രതയുടെ പരിണിത ഫലം അവനെ അനുഭവിക്കേണ്ടി വന്നതായി അടുത്തു വരുന്ന അധ്യായങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈറനണിഞ്ഞ കണ്ണുകളോടെ വിതുമ്പിക്കൊണ്ട് നിനക്കൊരനുഗ്രഹമേ ഉള്ളോ അപ്പ എന്ന് ചോദിക്കുന്ന ഏശാവിന് ഇസഹാക്ക് നൽകുന്ന അനുഗ്രഹം താരതമ്യേന നിസ്സാരവും ദുർബലവും ആയിരുന്നു. 40-ാമത്തെ വാക്യം കാണുക. 16-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങളിൽ ഇസ്മായേലിന് ലഭിച്ച അനുഗ്രഹവുമായി ഇതിന് സാമ്യതകളുണ്ട്. ഏശാവിൻ്റെ പിൻഗാമികൾ ഇസ്രായേല്യരെ സേവിക്കുമെന്നും ഒടുവിൽ അവർ സ്വതന്ത്രരാകുമെന്നും 40-ാം വാക്യത്തിൽ കാണുന്നു. യാക്കോബ് ചതിയിലൂടെ തനിക്ക് ലഭിക്കേണ്ടിയിരുന്ന അനുഗ്രഹങ്ങൾ കൈവശപ്പെടുത്തിയത് കൊണ്ട് ഏശാവ് അവനെ വെറുത്തു. അപ്പൻ മരിച്ചതിന് ശേഷം വിലാപ കാലയളവിൽ അവനെ കൊന്നുകളയണമെന്ന് ഏശാവ് മനസ്സിൽ കണക്കുകൂട്ടി. ഇക്കാര്യം മനസ്സിലാക്കിയ റെബേക്ക തൻ്റെ ഇഷ്ടപുത്രനെ ഹാരാനിൽ റെബേക്കായുടെ സഹോദരനായ ലാബാന്റെ അടുക്കലേക്ക് അയക്കാൻ പദ്ധതിയിട്ടു. ഏശാവിൻ്റെ കോപമൊക്കെ മാറുന്നതുവരെ അവിടെ താമസിക്കുവാൻ അവൾ യാക്കോബിനെ ഉപദേശിച്ചു. 45-ാം വാക്യത്തിൽ അവനെ ആളയച്ച് വരുത്തിക്കൊള്ളാമെന്ന് അവൾ പറയുന്നു. ഒരേ ദിവസം തന്നെ നിങ്ങൾ ഇരുവരും എനിക്ക് ഇല്ലാതാകുന്നത് എന്തിനെന്നും റെബേക്ക ചോദിക്കുന്നതായി കാണാം. പക്ഷേ യാക്കോബ് മടങ്ങി വരുന്നതിന് മുൻപ് തന്നെ റെബേക്ക ഇഹലോകവാസം വെടിഞ്ഞു എന്നുള്ളത് ദുഃഖകരമായ ഒരു സത്യമായി നമ്മെ നൊമ്പരപ്പെടുത്തുന്നു. ഈ സംഭവത്തിന് ശേഷം ഏതാണ്ട് 40-ലധികം വർഷങ്ങൾ കഴിഞ്ഞാണ് ഇസഹാക്ക് മരിക്കുന്നത് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. യാക്കോബിനെ പറഞ്ഞയക്കുന്നതിനുള്ള തന്ത്രമായി റെബേക്ക ഏശാവിൻ്റെ ഹിത്യ ഭാര്യമാർ കാരണമുള്ള പ്രയാസത്തെപ്പറ്റി ഇസാക്കിനോട് പരാതിപ്പെടുന്നു. യാക്കോബും ഏശാവിൻ്റെ പാതയാണ് പിന്തുടരുന്നതെങ്കിൽ അവരുടെ സ്ഥിതി എന്താകുമെന്ന് അവൾ ചോദിച്ചു. അതുകൊണ്ട് യാക്കോബിനെ ഹാരാനിലേക്ക് അയച്ച് അവിടെയുള്ള ഒരു പെൺകുട്ടിയെ ഭാര്യയായി സ്വീകരിക്കാനുള്ള അവസരം ഒരുക്കുവാൻ അവർ നിശ്ചയിച്ചു. ഏശാവിൻ്റെ വംശപരമ്പരയായ ഏദോമിനെ നാം അവസാനമായി കാണുന്നത് ഹേരോദ രാജാക്കന്മാരിലാണ്. അതിനുശേഷം ഏദോമ്യരെ പറ്റി എവിടെയെങ്കിലും രേഖപ്പെടുത്തപ്പെട്ടതായി അറിവില്ല. ഒബേദ്യാവിൻ്റെ പ്രവചനം 18-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയ പ്രകാരം അവരുടെ വംശം ക്രമേണ ഇല്ലാതായി. യാക്കോബിന് ലഭ്യമാകുന്ന ആദിജാതനായുള്ള അനുഗ്രഹം യേശുവിലാണ് ആത്യന്തികമായി നിവർത്തി കൈവരിക്കുന്നത്. ദൈവിക ഉടമ്പടിയുടെ നിവർത്തി മനുഷ്യൻ്റെ ഇച്ഛയോ സമൂഹത്തിൻ്റെ സാംസ്കാരിക പ്രതീക്ഷകളെയോ അനുസരിച്ചല്ല, പ്രത്യുത ദൈവ ഇഷ്ടത്തിന് മാത്രം അടിസ്ഥാനമായിട്ടുള്ളതാണ് എന്ന് നമുക്ക് ഈ അധ്യായത്തിൽ നിന്നും മനസ്സിലാക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.